സർക്കാർ ജീവനക്കാർക്കിടയിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. ദയവേത് അവരാരും പിണങ്ങരുത്. ഒരു കാര്യം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അത് മറ്റൊന്നുമല്ല, സർക്കാർ ജീവനക്കാരുടെ ഒരാഴ്ചത്തെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം 6 നിന്ന് 5 മാറ്റാൻ സർക്കാർ തീരുമാനിച്ചതായിട്ടൊരു വാർത്ത കേട്ടു. ഇത് തീർത്തും അനുചിതവും ജനവിരുദ്ധവുമായ ഒരു തീരുമാനമാണ്. എന്താണ് കാരണമെന്ന് വെച്ചാൽ, സാധാരണക്കാർക്ക് ഇപ്പോൾ ഏതെങ്കിലും ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാൻ ഒരാഴ്ചയിൽ ലഭ്യമായിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണം 6 അതിൽ നിന്ന് 1 എടുത്തു മാറ്റുമ്പോൾ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ പൗരൻ്റെ ഒരു അവകാശം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സാധാരണക്കാരൻ്റെ ഒരു അവസരം നിഷേധിച്ചുകൊണ്ട് ആർക്കാണ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്? 3.5 കോടി ജനസംഖ്യ വരുന്ന കേരളത്തിൽ 5.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്കാണ്. സർക്കാർ ജീവനക്കാരെന്ന് പറയുമ്പോൾ സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഓഫീസുകളിലെ ആളുകൾ മാത്രമല്ല, 100 കണക്കിന് സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, സർവകലാശാലകളുണ്ട്, എയ്ഡഡ് കോളേജുകളും സ്കൂളുകളുമുണ്ട്, സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്. അവരുടെ എണ്ണം അങ്ങനെ നീളുകയാണ്. ഇവർക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. ഇങ്ങനെ ഒരു സൗജന്യം കൊടുക്കുമ്പോൾ താത്വികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ വിശ്രമ സമയം കൂട്ടിക്കൊടുക്കുക ഏത് പരിഷ്കൃത സമൂഹത്തിൻ്റെയും ചുമതലയല്ലേ എന്ന ചോദ്യം വരാം. തീർച്ചയായിട്ടുമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടുത്തെ സംശയം അതല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം ഇവരാണോ? ഒരിക്കലുമല്ല. ഇവർ മധ്യവർഗത്തിൽപ്പെടുന്ന, വൈറ്റ് കോളറിൽപ്പെടുന്ന, മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് ഇതിന് പുറത്ത് വ്യാപിച്ചു കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളാണ്. അവർ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ, പറമ്പിൽ കിളയ്ക്കാൻ പോകുന്ന ഒരാൾ, മണ്ണ് ചുമക്കാൻ പോകുന്ന ഒരാൾ, ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്ന ഒരാൾ, കാക്കത്തൊള്ളായിരം കടകളിലും ഷോപ്പുകളിലും ജോലി ചെയ്യുന്ന ആളുകൾ, വിവിധ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ അവരുടെ എണ്ണം പരന്നു കിടക്കുകയാണ്. അവർക്ക് ഒന്നുമില്ലാത്ത ഒരുപാട് സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സർക്കാർ ജീവനക്കാർ. ഒരു കൂലിവേലയ്ക്ക് പോകുന്ന ആളിന് ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അന്ന് കൂലിയില്ല. ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്ന ഒരാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയില്ലെങ്കിൽ കൂലിയില്ല. മീൻ വിൽക്കാൻ പോകുന്ന ഒരാൾക്ക് മീൻ വിൽക്കാൻ പോയില്ലെങ്കിൽ അന്ന് കൂലിയില്ല. അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ അവരുടെ കയ്യിൽ പണമുണ്ടാവില്ല. അതിന് വേറെ പരിരക്ഷാ സംവിധാനങ്ങളൊക്കെ പരിമിതമാണ്. അവർക്ക് ഏൺ ലീവില്ല, കാഷ്വൽ ലീവില്ല, മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ഇല്ല. തോന്നുമ്പോൾ വിദേശത്ത് പോയി ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് തിരിച്ച് വന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യമില്ല. ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയാണ് പൗരന്മാരുടെ അവകാശം കവർന്നെടുത്ത് നൽകുന്നത്. ഈ സർക്കാർ ഓഫീസുകൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? സർക്കാർ ഒരു ഓഫീസ് തുറക്കുന്ന ജീവനക്കാരെ നിയമിക്കുന്നതും പലതരത്തിലുള്ള സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ്. അപ്പോൾ ആദ്യം ആ സേവനങ്ങൾ എത്രത്തോളം ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണ്ടേ ഇത്തരം ആനുകൂല്യങ്ങൾ വെച്ച് നീട്ടാൻ. അതുകൊണ്ട് ഈ ആനുകൂല്യം മാത്രമല്ല, സൗജന്യം മാത്രമല്ല, സൗകര്യം മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന സൗകര്യങ്ങളും നടപ്പിലാക്കുന്നതിന് മുമ്പ് എത്രത്തോളം പൊതുജനങ്ങൾക്ക് ഇവരുടെ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്ന് അന്വേഷിക്കണം. ഇപ്പോൾ നമ്മുടെ സർക്കാർ ഓഫീസുകൾ കയറി ചെല്ലുന്ന ഒരു സാധാരണക്കാരൻ്റെ അനുഭവം എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു സർക്കാർ ഓഫീസ് നമുക്ക് ഒരാവശ്യത്തിന് പോകണം. നമുക്ക് പണമില്ല, രാഷ്ട്രീയ സ്വാധീനമില്ല, ബന്ധുബലമില്ല, സുഹൃത്ത് ബലമില്ല, സാമൂഹ്യ പദവിയില്ല. ഇതൊന്നുമില്ലാത്തൊരു സാധാരണക്കാരൻ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തു സ്വീകരണമാണ് അവന് അവിടെ നിന്ന് കിട്ടുന്നത്? ഒട്ടും സന്തോഷകരമായ അനുഭവമല്ല സാധാരണഗതിയിലുണ്ടാകുന്നത്. അപൂർവമായിട്ടല്ലാതെ ഉണ്ടാവാം. നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു സീറ്റ് തരുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവർ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവരുടെ എണ്ണം പരിമിതമാണ്. പൊതുവേ ബ്രിട്ടീഷ് ഭരണകാലം മുതൽ നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ മനോഭാവം, അതിപ്പം കേന്ദ്രമായാലും സംസ്ഥാനമായാലും എല്ലായിടത്തും കണ്ടുവരുന്നത് യജമാന ഭാവമാണ്. എന്തോ ഒരു സൗജന്യത്തിന് വേണ്ടി ആശ്രിതരെ പോലെ അവരുടെ ദയാവായ്പിന് കേണുകൊണ്ട് കയറി വരുന്ന ഏതോ തരംതാണ ജീവികൾ എന്ന രീതിയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞ വെറും സാധാരണക്കാരായ ആളുകളെ കാണുന്നത് എന്നുള്ളതാണ് സത്യം. എല്ലാവരും അങ്ങനെയാണെന്നല്ല. ധാരാളം ആളുകൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവരും കഠിനാധ്വാനികളും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അത് മറ്റൊരു കാര്യം. പൊതു സമീപനം ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊരു നിയമം പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ സൗജന്യം വെച്ച് ജീവനക്കാർക്ക് നീട്ടുമ്പോൾ, അതിനു മുമ്പ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പൊതുജനങ്ങൾക്ക് ഇവരുടെ സേവനം എത്രത്തോളം ലഭ്യമാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് ഉറപ്പ് വരുത്താതെ ഒരു കാരണവശാലും ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനേ പാടില്ല. അതിൽ വ്യക്തമായിട്ടുള്ള 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, 2012 സേവനാവകാശ നിയമമാണ്. ഇത് പരിഷ്കരിച്ചതിൻ്റെ പേര് മാറ്റി 2025 പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാതലായിട്ടുള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്
ഓരോ സർക്കാർ ഓഫീസും പൗരന്മാർക്ക് നൽകേണ്ട സേവനം എന്താണെന്ന് പ്രസ്തുതപ്പെടുത്തുക. എന്നിട്ട് ഓരോ ഓഫീസിലും ഓരോരോ ചുമതലകൾ ഏതൊക്കെ ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് പ്രസ്തുതപ്പെടുത്തുക. എന്നിട്ട് ഇതിൽ ഒരു സമയപരിധി നിശ്ചയിക്കുക. എന്നിട്ട് ഈ സമയപരിധിക്കകം കൃത്യമായിട്ട് ഈ ചുമതല നിറവേറ്റിയില്ലെങ്കിൽ, അത് സേവനം നൽകിയില്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടാം പൗരന്മാരെന്ന നിലയ്ക്ക്. അത് അന്വേഷിച്ചിട്ട് കുറ്റക്കാരെന്ന് കണ്ടാൽ ഉദ്യോഗസ്ഥന് പിഴ ചുമത്തുക, അതുപോലുള്ള നടപടികളുണ്ടാവും. ഇത് നല്ലൊരു നിയമമാണ്, സംശയമില്ല. ഇപ്പോൾ നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് വിവരാവകാശ നിയമം കൊണ്ടുവന്ന് നമുക്കറിയാം ഒരുപാട് വെള്ളം ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്കൊരുപാട് ഗുണം ചെയ്തൊരു നിയമമാണ്. അതുപോലെ ഒരു നിയമമാണിത്. പക്ഷേ നിർഭാഗ്യവശാൽ വളരെ വിദഗ്ധമായിട്ട് സർവീസ് സംഘടനകളും സർക്കാരും ഒരു പരിധിവരെ ചേർന്നിട്ട് ഈ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കാതെ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എത്ര ഗുണഭോക്താക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, കടലാസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്, ഇതിൻ്റെ എത്ര ഗുണഭോക്താക്കൾ ഉണ്ടായിട്ടുണ്ട്. വളരെ വിദഗ്ധമായിട്ട് സർവീസ് സംഘടനകൾ അതിനെ പൂഴ്ത്തി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, എല്ലാ ഈർക്കിലി രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സർവീസ് സംഘടനകളുണ്ട്. ഈ സർവീസ് സംഘടനകൾ അവരെ സംബന്ധിച്ചിടത്തോളം കറവപ്പശുക്കളാണ്. ഈ സർവീസ് സംഘടനകൾ എത്ര രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഒന്നിക്കുന്നത് ഒരു കാര്യത്തിലാണ്. എത്ര ബഹുജന ഹിതത്തിന് വിരുദ്ധമായാലും സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടാവും. ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സേവനാവകാശ നിയമം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം ജനങ്ങളെ അറിയിക്കാതിരിക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കുക, അതേസമയം ജനവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക, അതായത് ജനങ്ങളുടെ ഒരു ദിവസം കവർന്നെടുത്ത് സ്വന്തം വിശ്രമ ദിവസമായിട്ട് ആസ്വദിക്കുക അല്ലെങ്കിൽ ആഘോഷിക്കുക. അതുകൊണ്ട് അടിയന്തരമായിട്ട് സർക്കാർ ഇത്തരം 5 പ്രവൃത്തി ദിനം കൊണ്ടുവരുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് സേവനാവകാശ നിയമം എല്ലാ അർത്ഥത്തിലും പ്രായോഗികമായി നടപ്പിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് അവരവിടെ ഹാജരുണ്ടാവുക എന്നുള്ളതാണ്. ഈ സർക്കാർ ഓഫീസുകളിൽ നല്ലൊരു പങ്കിൽ, വിശേഷിച്ച് നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇക്കാര്യം വളരെ വളരെ പരിതാപകരമാണ്. അവിടെ ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു എന്നറിയാൻ ഉള്ള സംവിധാനം വളരെ വളരെ ദുർബലമാണ്. ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ 2 രീതിയിലുണ്ട്. നമ്മൾ ഓരോരോ ആവശ്യത്തിന് ദൈനംദിനം കയറി ഇറങ്ങേണ്ടി വരുന്ന ഓഫീസുകളുണ്ട്. അവിടെ നമുക്ക് ദൃഷ്ടിയിൽപ്പെടും ഒരാൾ വന്നില്ലെങ്കിൽ, ഒരു സീറ്റിൽ ആളില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അത്രയും പറ്റും. പക്ഷേ ഒരിക്കലും നമ്മൾ നേരിട്ട് കയറി ഇറങ്ങേണ്ടി വരാത്ത ഒരുപാട് ഓഫീസുകളുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങൾ ഒരിക്കലും അറിയുന്നില്ല എന്നുള്ളതാണ്. പല ഓഫീസുകളിലും കൂട്ടമായിട്ട് ആളുകൾ വരാതിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും ഒത്തുചേർന്നിട്ട് ഊഴം വെച്ചിട്ട് മുങ്ങാറുണ്ട്. ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, പക്ഷേ പൊതുജനങ്ങൾ അറിയുന്നില്ല. അതേസമയം നമ്മൾ ദൈനംദിനം കയറി ഇറങ്ങുന്ന ഓഫീസിൽ ഒരാൾ വന്നില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഇവരുടെ ബലത്തിൻ്റെ പുറത്ത്, കൂട്ടായ വിലപേശലിൻ്റെ പുറത്തോ സംഘടനാ ബലത്തിൻ്റെ പുറത്തോ ഒക്കെ അവർ മൂടി വയ്ക്കുകയും യഥേഷ്ടം ആസ്വദിക്കുകയും ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ ഓഫീസുകളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ എത്രയോ ഓഫീസുകളിൽ നമുക്കറിയാം, ചിലത് തലസ്ഥാനത്തായിരിക്കും, മാത്രമുള്ളൊരു ഓഫീസായിരിക്കും. കാസർഗോഡ് നിന്ന് ഒരാൾക്ക് അവിടെ വന്നൊരു കാര്യം അന്വേഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ശരിയാക്കണമെങ്കിൽ 3 ദിവസം വേണ്ടി വരും കുറഞ്ഞത്. ഒരു ദിവസം ഇങ്ങോട്ടുള്ള യാത്ര, ഒരു ദിവസം അങ്ങോട്ടുള്ള യാത്ര, ഒരു ദിവസം ഓഫീസിൽ പോകുന്ന യാത്ര. ഈ വരുന്ന ആൾക്ക് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സ്വാധീനമില്ല, ബന്ധുബലമില്ല, സുഹൃത്ത് ബലമില്ല, സാമൂഹ്യ പദവിയില്ല, പണമില്ല എന്ന് കരുതുക. അയാളുടെ കാര്യം വളരെ വളരെ ദയനീയമായിരിക്കും. അയാളുടെ കാര്യം നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതേപോലെ തന്നെ മേഖലാതലത്തിലുള്ള ഓഫീസുകൾ വരുന്ന ആളുകൾ, ജില്ലാതലത്തിൽ ഉള്ള ഓഫീസുകളിൽ വളരെ വിദൂര ഗ്രാമങ്ങളിൽ ഇതുപോലെ സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ അവരുണ്ടാകുന്ന അനുഭവം ഒട്ടും വ്യത്യസ്തമല്ല. അവൻ ചിലപ്പോഴും തിരിച്ചു പോകേണ്ടി വരും. എത്രയോ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ഓഫീസിൽ അത്യാവശ്യം ഒരു കാര്യം അന്വേഷിക്കാൻ കയറി ചെന്നപ്പോൾ അവിടെ ആ കടലാസ് ശരിയാക്കേണ്ട കസേരയിൽ ആളില്ല. അവിടുത്തെ ആ സാർ ഇവിടെ പോയി, അറിഞ്ഞുകൂടാ. അപ്പോൾ വേറെ ആളൊന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൻ്റെ ചോറൂണിന് ഗുരുവായൂർ പോയി എന്ന് പറയുന്നു. എപ്പോൾ വരും അറിയില്ല. ഈ മനുഷ്യൻ ഒരു ദിവസം ദൂരെ നിന്ന് അയാളുടെ ജോലിയും കൂലിയും കളഞ്ഞ് വന്ന മനുഷ്യൻ വൈകുന്നേരം വരെ നിന്നിട്ട് തിരിച്ചുപോയി. വേറൊരു ഓഫീസിൽ വേറൊരാൾ ചെന്നപ്പോൾ കൂട്ടമായിട്ട് ആൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. കുറേയധികം ആളുള്ള ഓഫീസിൽ 2-3 പേരെ ബാക്കിയുള്ളൂ. എവിടെ പോയി, എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാണ്. അത് എല്ലാവരും കൂടി വണ്ടിയും എടുത്തിട്ട് ആരോ ഒരാളുടെ വീട്ടിൻ്റെ പാലുകാച്ചിന് പോയിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വരും അത് അറിയില്ല. അപ്പോൾ വേറൊരാളെന്ന് പറയുന്നു അത് 3:30 ആകും, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞേ വരൂ, 3:30 ആകും. ഈ മനുഷ്യൻ വളരെ ദൂരത്ത് നിന്ന് വന്ന മനുഷ്യനാണ്. 3:30 കഴിഞ്ഞ് 4 ഇവരാരും വരുന്നില്ല. ഇയാൾ തിരിച്ചുപോയി. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നേരെ മറിച്ച് ഇയാൾക്ക് ആ ഓഫീസിൽ
ഒരു സുഹൃത്തുണ്ട്, പരിചയക്കാരനുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സ്വാധീനമുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇയാളൊരു പണക്കാരാണ്, കൈക്കൂലി കൊടുക്കാൻ സ്വാധീനമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് കുറേ കൂടെ സമൂഹത്തിൽ പദവിയുള്ള ഒരാളാണ് എങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾ സുഗമമായി നടക്കുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ദൈനംദിന സാധാരണക്കാരൻ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഓഫീസിൽ ആളുകൾ കൃത്യമായി ഹാജരാകുന്ന ഉറപ്പുവരുത്താൻ എന്താണ് സംവിധാനം? വളരെ പ്രാകൃതമായ രീതിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഓഫീസുകളിലുള്ളത്. അതായത് ഓഫീസുകളിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മുറിയിൽ അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ വെച്ചിട്ടുണ്ടാവും. ഈ ആളുകൾ രാവിലെ വന്ന് അവിടെ ഒപ്പിട്ട് സമയം വെച്ച് ഒപ്പിട്ട് പോകണമെന്നാണ് പോകുമ്പോഴും വരുമ്പോഴും. പക്ഷേ ഇതൊരു പ്രഹസനം മാത്രമാണ്. എത്രയോ ഓഫീസുകളിൽ വരാതിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് എടുത്തിട്ട് ഒരുമിച്ച് ഒപ്പിട്ട് വയ്ക്കാറുണ്ട്. ചില ആളുകൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് മേലുദ്യോഗസ്ഥൻ കൂടെ പങ്കാളിയായിരിക്കും. ഒരു ദിവസം മേലുദ്യോഗസ്ഥൻ മുങ്ങും, അന്ന് ബാക്കിയുള്ളവരെല്ലാം വരും. അടുത്ത ദിവസം മേലുദ്യോഗസ്ഥൻ വരും, കുറേ പേര് മുങ്ങും. അങ്ങനെ മുങ്ങൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന ഓഫീസുകളുണ്ട്. ഇതൊന്നും അതിശയോക്തി അല്ല. ഓഫീസുകളിലേ പോകാത്ത എത്രയോ ആളുകളുണ്ട് ശമ്പളം വാങ്ങിക്കുന്ന. ഇതൊന്നും അതിശയോക്തിയല്ല. ഓഫീസുകളിലേ പോകാതെ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്. ഇതിനെല്ലാം ഒരു വിപരീത ധ്രുവവുമുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന, അവധി ദിവസങ്ങളിൽ പോലും ഓഫീസുകളിൽ പോയി ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ അറിയാം. അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അവരോടുള്ള എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ എന്താണ് മറികടക്കാൻ ഒരു മാർഗ്ഗം? ഇതിന് തീർച്ചയായിട്ടും പ്രതിവിധിയുണ്ടല്ലോ. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ നേരിട്ട് തന്നെ ഒരു സംവിധാനം കൊണ്ടുവന്നു. അതായത് ഓഫീസിൽ നിങ്ങൾ ചെല്ലുന്നു, അവിടെ ഒരു യന്ത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പാകെ നിങ്ങളുടെ മുഖം കാണിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മുഖഛായ ക്യാമറയിൽ പതിയുന്നു, സമയവും പതിയുന്നു. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വിരലടയാളം അവിടെ പതിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ സമയസഹിതം രേഖപ്പെടുന്നു. പോകുമ്പോഴും ഇത് ചെയ്യുന്നു. ഇത് മറികടക്കാൻ വളരെ വിദഗ്ധർ മാർഗ്ഗങ്ങൾ പലരും കണ്ടുപിടിച്ചിട്ടുണ്ട്. രാവിലെ ഒരു 9-9:15 വന്നിട്ട് അകത്ത് കയറുക, 10 മണി വരെ ചുറ്റിപ്പറ്റി നിന്നിട്ട് മുങ്ങുക, വണ്ടിയും എടുത്ത് പോവുക. എന്നിട്ട് വൈകുന്നേരം 4 മണിയാവും തിരിച്ചു വരിക. വന്നിട്ട് കുറേ നേരം ഓഫീസിൽ ഇരുന്നിട്ട് പോകുമ്പോൾ വീണ്ടും കൈവിരൽ മുക്കിയിട്ടോ മുഖം കാണിച്ചിട്ടോ മുങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റേ കടലാസിൽ വരയ്ക്കുന്ന പ്രാകൃത രീതിയേക്കാൾ എത്രയോ ഭേദമാണിത്. ഇനി ഇതിനേക്കാളും പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്താവുന്നതേ ഉള്ളൂ. എന്തായാലും ജീവനക്കാരുടെ ഹാജർ, സാന്നിധ്യം ഓഫീസുകൾ ഉറപ്പുവരുത്തുക തന്നെ വേണം. ഒന്നുകൂടി ആവർത്തിക്കാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഈ 5 ദിവസം അവധി എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഓഫീസിൽ കയറാനുള്ള ഒരു ദിവസം കവർന്നെടുത്തുകൊണ്ട് ജീവനക്കാർക്ക് നൽകുന്ന അനർഹമായിട്ടുള്ള ഒരു ആനുകൂല്യമാണ്. ജീവനക്കാരെല്ലാവരും കാര്യക്ഷമതയില്ലാത്തവരും ആത്മാർത്ഥതയില്ലാത്തവരുമാണെന്ന് പറയുന്നില്ല. എത്രയോ കഠിനാധ്വാനം ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ജീവനക്കാർ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരോടുള്ള എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് അനർഹമായ ഒരു ആനുകൂല്യം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നതിന് മുമ്പ് സർക്കാരിനോട് ഒരു പൗരൻ എന്ന നിലയ്ക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സേവനാവകാശ നിയമം പൂർണ്ണമായിട്ടും നടപ്പിലാക്കുക. അതുപോലെ തന്നെ ജീവനക്കാർ ഓഫീസിൽ വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഇവിടെ സഹായത്തോടു കൂടിയുള്ള സംവിധാനങ്ങൾ ഓഫീസുകൾ ഏർപ്പെടുത്തുക. ഇത് രണ്ടും ചെയ്യാതെ, ജീവനക്കാരുടെ സാന്നിധ്യം ഓഫീസിൽ ഉറപ്പുവരുത്താതെ, സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ പൂർണ്ണമായും കൊണ്ടുവരാതെ ഒരു ആനുകൂല്യവും പുതുതായി നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ കൊടുത്താൽ അത് തീർത്തും ജനവിരുദ്ധമാണ്. അതേസമയം അവർക്ക് അർഹമായിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ക്ഷാമബത്ത കൊടുക്കുക, കൃത്യസമയത്തുള്ള ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുക, ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും നൽകണം. പക്ഷേ ഈ പുതിയ തീരുമാനം തീർത്തും ആവർത്തിക്കാം ജനവിരുദ്ധവും അനുചിതവും ആണ്. നമസ്കാരം.